കോഴിക്കോട് കനത്ത മഴയിൽ മെഡിക്കൽ കോളേജിന്റെ 4-ാം വാർഡ് ചോർന്നൊലിക്കുന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും വാർഡിന് പുറത്തിറങ്ങി നിൽക്കുന്നു. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവരങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, ആരോഗ്യ മേഖലയുടെ അനാസ്ഥ കാരണം ഒരു ജീവൻ സംസ്ഥാനത്ത് പൊലിഞ്ഞിട്ട് അധികമായിട്ടില്ല. അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ ഇരിക്കുന്ന ഇടത്താണ് അമ്മട്ടിൽ വെള്ളം ചോർന്നൊലിക്കുന്നത്. അത് നിർത്താനുള്ള എന്തെങ്കിലും നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, എന്തായാലും ഈ ആരോഗ്യമേഖല, പൊതുജനാരോഗ്യ മേഖലയിലെ നമ്മുടെ ഒക്കെ വലിയ ആത്മവിശ്വാസം ഉൾപ്പെടെ തകർക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലബാറിലെ തന്നെ ആയിരങ്ങളുടെ വലിയ ആശയകേന്ദ്രമാണ്. അവിടെയാണ് വളരെ പാവപ്പെട്ട രോഗികളാണ്, വളരെ ദരിദ്രരായ ആളുകളൊക്കെ തന്നെയാണ് കൂടുതലും മെഡിക്കൽ കോളേജിനെ ഒരു ഘട്ടത്തിൽ ആശ്രയിക്കുന്നത്. അവർക്കൊക്കെ തന്നെ വലിയ വീണ്ടും ദുരിതമാവുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മഴ ഇപ്പോൾ നിലച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടുത്തെ വെള്ളക്കെട്ടും സ്വാഭാവികമായിട്ടും ആ വെള്ളം വീഴ്ചയും അവസാനിച്ചിട്ടുണ്ടാവും. ഇത് പൊടുന്നനെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഈ കോൺക്രീറ്റ് ബീമിന് ഇടയിലൂടെയുള്ള ലീക്കാണ്. അതിലൂടെയാണ് വെള്ളം ഈ കനത്ത മഴയിൽ താഴേക്ക് പതിക്കുന്നത്. എന്തായാലും നിർമ്മാണത്തിലെ തന്നെ വലിയ അപാകത, ഈ കനത്ത മഴ കൂടി വന്നതോടുകൂടി അത് പൂർണ്ണാവസ്ഥയിലായി. രോഗികൾക്ക് വലിയ ദുരിതമായി. ഇത് ആരോഗ്യ മേഖലയിലെ ആത്മവിശ്വാസം തകർക്കുന്ന കാഴ്ചകളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ മരണപ്പെടുന്നതിൻ്റെ അപ്പുറത്ത് ഇത്തരം രോഗികൾക്ക് ആരോഗ്യകരമായ അവസ്ഥയിൽ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോലും മെഡിക്കൽ കോളേജുകളുടെ ഭൗതികാന്തരീക്ഷം മാറുന്നു എന്നത് വലിയ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. സ്ഥിരമായ മോണിറ്ററിങ്ങും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കെട്ടിടങ്ങളൊക്കെ തന്നെ ഈ ശോച്യാവസ്ഥയിലേക്ക് മാറുന്നത്. ഈ പൊതു ഇടം ആരുടെയെങ്കിലും ഇടം എന്ന നിലയിൽ കാണാതെ സ്വാഭാവികമായിട്ടും അത് ഗൗരവത്തോടെ ഉത്തരവാദിത്തത്തോടെ പരിപാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. അല്ലെങ്കിൽ സാധാരണക്കാരായ കൂടുതൽ പണം മുടക്കാൻ ഒന്നും സാധിക്കാത്ത വലിയ ആരോഗ്യാവസ്ഥ മോശമായ ഗുരുതര രോഗങ്ങളുള്ള ഈ പാവപ്പെട്ടവരാണ് ഇത്തരത്തിൽ ഈ വെള്ളത്തിൽ തണുത്ത് വിറച്ച് കിടക്കുക. രോഗികളായാലും കൂട്ടിരിപ്പുകാരായാലും വലിയ സങ്കടകരമായ കാഴ്ചയാണ്. ഇത്തരം കാഴ്ചകൾ ഒഴിവാക്കാൻ വലിയ ഗൗരവത്തോടു കൂടിയ ഇടപെടലുകൾ വേണ്ടതുണ്ട്. ജാഗ്രതയോടുകൂടിയ പ്രവർത്തനങ്ങൾ വേണ്ടതുണ്ട്. വലിയ വിമർശനാത്മകമായി ഈ വിഷയത്തെ എടുത്തുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ഇടപെടലാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്. അല്ലാതെ വിമർശനത്തെ പാടെ നിഷേധിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അത്തരത്തിലുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വേണം. വലിയ സങ്കടകരമായ കാഴ്ച, അതോടൊപ്പം തന്നെ പ്രതിഷേധം ഉണ്ടാക്കുന്ന, വലിയ പ്രതിഷേധം തോന്നുന്ന, വലിയ പ്രയാസം തോന്നുന്ന കാഴ്ച എന്നുകൂടി ഈ ദൃശ്യങ്ങളെ പറയേണ്ടി വരും. അങ്ങനെ നിസ്സാരമാക്കാവുന്നതല്ല ഈ ദൃശ്യങ്ങൾ. ആരോഗ്യമേഖല ആരോഗ്യവകുപ്പ് അതിന് മറുപടി പറയേണ്ടതുണ്ട് എന്നും കൂടെ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കണം. കോഴിക്കോട് കനത്ത മഴയിൽ മെഡിക്കൽ കോളേജിന്റെ 4-ാം വാർഡ് ചോർന്നൊലിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. രോഗികളും കൂട്ടിരിപ്പുകാരും വാർഡിന് പുറത്തിറങ്ങി നിൽക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന്റെ വിശദമായ വിശദാംശങ്ങളാണ് രതീഷ് വാസുദേവൻ പങ്കുവച്ചത്.